വണ്ടി ഓടിക്കടാ, നീ കുഴി കൊണ്ട് ചാടിക്കല്ലേ. എന്തുവാടാ ഒന്ന് വലിച്ചു കൊടുത്തേ, ഒന്ന് വലിച്ച് നീട്ടി വലിച്ചോ. വന്നൊരു ഇതായല്ലോ വലിയ മിണ്ടാതൊരു പാട്ടൊക്കെ പാടാ. വായടച്ചിരുന്നല്ലോ നടക്കും. നല്ല പൊളി വൈബല്ലടാ. നൈറ്റ് നമുക്ക് പൊളിയാക്കണം. ആ ഗാഡിനെ കുപ്പിലാക്കാൻ പറ്റിയ ഭാഗ്യമായിട്ടോ. നല്ല ചുട്ടിറച്ചിയും കള്ളും പെണ്ണ നേരാണോടാ. അങ്ങനെ റൂട്ടൊക്കെ ഉണ്ട്, ശരിക്കും പക്ഷെ ഒരു സമയം എടുക്കും വളയ്ക്കാൻ. കാട്ടുവെണ്ണലടാ, ചോരക്കിത്തിരി ചൂട് കൂടും. ആ പെണ്ണല്ലേ, വളയ്ക്കാനാണോ പാട്? അല്ലെങ്കിൽ ഇവർ ലൈഫ് വേസ്റ്റ് ആക്കല്ലേ. നേരം വെളുക്കുന്നു, എണീക്കുന്നു, പണിയെടുക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, പ്രസവിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കളിക്കട്ടെ രണ്ടെണ്ണം നമ്മുടേതും കൂടെ കളറായിട്ട്. ഓ കുടിച്ചു പറഞ്ഞ അടുപ്പിക്കത്തിലുള്ള ഊളെ, ഒന്ന് ഡീസൻ്റ് ആവ്. ഇവറ്റവർക്ക് ബുദ്ധിയില്ലേലും പിടിച്ചാ പണിയാ. എന്തേലും പ്ലാനുണ്ടോ? പ്ലാനൊക്കെ ഉണ്ട്. അതെന്താടാ? ആദ്യം കുറച്ച് ചക്ക തിന്നണം, എന്നിട്ട് നിനക്ക് വേറെ എവിടെയൊക്കെ മുടിയുണ്ടേ? എങ്ങൾക്ക് ഒറ്റക്കുടിതാമ്പ്രാ. ഓ കുടിയല്ലടി, മുടി മുടി. ഓ അതവക്ക് പിടിച്ചില്ല. നല്ല മുഴുത്ത മണം ചക്കയുടെ. എന്നാ ചക്ക തിന്നിട്ടാവാം ചക്ക കൂട്ടാൻ അല്ലടാ. ഇവിടെ ഈ ചക്ക മാത്രമേ കിട്ടത്തുള്ളൂ. ചക്ക മാത്രല്ല, ഞാവൽ, ഞവര, ഉടുത്തി, ചാമ്പക്ക, ആറ്റിങ്ങ, നീണ്ടി, ഉറുമ, തേങ്ങ, മാങ്ങ, പിന്നെ ചുണ്ട, നാര, ഇമ്പിളു, ജോറു, കടുമ, പിന്നെ മുളേരി, പിന്നെ കേങ്ങളെല്ലാം കിട്ടും. ഇവിടെ തേനൊന്നും ഓ കിട്ടത്തില്ല. തോനെ, നമുക്കത്ര വില കിടക്കത്തില്ല. എത്രയെന്ന് വെച്ചാൽ പറയുന്നേ, ഞങ്ങൾ എന്തായാലും മുഴുവൻ കുടിച്ചിട്ടേ പോകത്തു. അതിന്റെ ആള് നമ്മളല്ല, മരം കൊത്തിയതാ. മരം കൊത്തിയോ? അതവയുടെ പേര്. തേരെടുക്കുന്ന കൂട്ടർക്ക് അത് വിളിപ്പേര്. അപ്പൊ നിന്റെ പേരെന്താ? കുറുക്കത്തി. നല്ല പേര്. കോലം വെച്ച് കൊരങ്ങത്തിന്നിടണം. നിനക്ക് മാത്രമേ മീശയുള്ളോ ഇവിടെ? ഇത്ര തോനെ എനിക്ക് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് അമീശ. ഇനി ഇവൾ ആണാണോ? പിന്നാടേ പിന്നെ ഇനി നീക്ക് വരവേണ്ട. ഉള്ളംകാട്ടിക്ക് ഇരുട്ടു ജന്തുക്കളും കാണും. ആ അതെന്നാ പരിപാടിയാ. ഇതുവരെ ഒന്നിച്ചു വന്നിട്ട് ഞങ്ങളും കൂടെ വരും അല്ലടാ. അത് വേണ്ട, உங்களுக்கு கடமே தெரியாது. അറിയാത്തവരെ കണ്ട കാറ്റടിക്കും, കല്ലെറിയും, തീ കത്തിക്കും. എന്റെ അമ്മച്ചി ഞാനില്ലേ പേടിത്തൊണ്ട. ഇവള് വല്ല പിശാചം മറ്റാണോ? വിട്ടുപിടി, ഇല്ലെങ്കിൽ നമ്മൾ ഇവളെയല്ല, ഇവള് നമ്മളെ പീഡിപ്പിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കടാ ശവമേ. ഇതേ കൊച്ചേ, ഞങ്ങൾക്ക് നിന്റെ കാടമയും മാടമയും ഒന്നും പേടിയില്ല. അവന് പേടിയാണെങ്കിൽ അവൻ വരണ്ട. ബാ നടക്ക, നമുക്ക് പോവാം. അത് തന്നെ, എനിക്കിപ്പോ രാത്രി ആയാലും മതി.
അങ്ങനെ ആയാലും മതിയിരിക്കട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഓവർ അടിക്കണ്ട. എടാ ഇരുട്ട് കൂടി വരികയാണല്ലോടാ, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ കാണൂല കേട്ടോ. നടച്ചാട്ടയും മോനെ കണ്ടാ പറയോ എത്ര പൊളിയുള്ള സാധനം. ചോപ്പൊക്കെ മധുരാന്ന് തോന്നുന്നത് വെറുതെ ആണേമാരെ. ഓ പിന്നെയും തുടങ്ങി അവളുടെ ഒരു കാട്. ഇത് കുറെ പോയല്ലോടെ. കുറച്ചുകൂടെ പോട്ടെ, അതല്ലേ നല്ലത്. കുറച്ചുകൂടെ സേഫ് ആവും. നിനക്ക് ഈ വഴിയൊക്കെ നല്ല പരിചയമാണ് അല്ലേ? കാട് നമുക്ക് പൊരമാതിരിയേമാരെ, കാട്ടുജന്തു ഓ ഉറ്റവരും. അപ്പൊ നമ്മളെ ഒന്നും പറ്റില്ലെന്ന് സാരം അല്ലേ? നീങ്ങളെ അപ്പാവൊക്കെ പിടിക്കും, ചൊങ്കന്മാരെന്ന് വായ്വിടാതെ ചെല്ലും. അപ്പോ നിന്റെ അപ്പനവിടെ പെണ്ണേ? അപ്പൻ വേട്ടക്ക് വന്നോട് വെടികൊണ്ട് ചത്ത്. പിന്നെ പ്ലാവ് പൈത്തത് ഇത്തിരി അപ്പുറത്ത്, ഞാൻ പോയിട്ട് വെട്ടിയിട്ട് വരാം. നീങ്ക വരവേണ്ട, അവിടെ കടുവയുണ്ടാവും. ഓ പിന്നെ നീ ഉള്ളപ്പോൾ ഞങ്ങളെ പിടിക്കാനോ? അങ്ങോട്ട് നടക്ക് പെണ്ണേ. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാലോ. ഉമ്മ ഓരോന്ന് പറഞ്ഞ് എടാ പേടിപ്പിക്കും. ഞാൻ നടന്നു മടുത്തടാ, നിങ്ങൾ പോയേച്ചും വാ, ഞാനിവിടെ ഇരിക്കാം. അയ്യേ കിഴങ്ങൻ പേടിച്ച്. ആ വരുന്നില്ലേ വരണ്ട, അത്രയും കുറച്ച് വിധിച്ചാൽ മതിയല്ലോ. നിനക്ക് വേറെ ആരൊക്കെ ഉണ്ട് ഈ മൃഗങ്ങളല്ലാണ്ട്? കാടമ്മ. ഓ അതല്ലടി, പിന്നെ ഈ അമ്മ സഹോദരി അങ്ങനെ ആരൊക്കെ പറ്റിയാ പരിചയപ്പെടാലോ. ഏത് അമ്മാവെ കാക്കി പിടിച്ച് എന്തോ മാവോയോ മാനോയോ അപ്പടിയെന്തോ. അപ്പോൾ സഹോദരി അവള് നീങ്ങളെ മാതിരി ഒരു വണ്ടിക്കാരൻ കൂടെ ഓടിപ്പോയി. പിറ്റീസം പുഴയെ പൊങ്ങി. മൊത്തത്തിൽ ഡാർക്കാണല്ലോ നിന്റെ ഫാമിലി. അതെന്ത്? ഓ ഇരുട്ടാണല്ലോ. ആ കാടുമാതിരി. അപ്പോ മൊത്തത്തിൽ പറഞ്ഞ നീ ഒറ്റയ്ക്കാന്നർത്ഥം അല്ലേടി? ചതുപ്പ് ഇത് വലിയ ആപത്ത്. നീങ്ക വരവേണ്ട, അറിയാത്തൊരു ചവിട്ടിയ താണു പോവും. ഞാൻ പറയുന്ന കേക്കണം, എനിക്ക് നിങ്ങളെ കാക്കാൻ കഴിയല. ചേടാ ഈ പെണ്ണ് എന്നടാ അവളിത്രയും പറയുമ്പോൾ പിന്നെ നമ്മൾ കേട്ടില്ല, എങ്ങനെ ശരിയാവുക? അത് ശരിയാ. എന്നാ പിന്നെ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് ടക്കനേ നിങ്ങൾ വരാം. നമ്മളെ കാര്യത്തിന് അവളെ തനിച്ചു വിടാന്ന് പറഞ്ഞാ ദേ ഈ മനസ്സ് കല്ലൊന്നുമല്ല, അതവള് മനസ്സിലാക്കട്ടെ അല്ലടാ. നേക്കിനെന്നെ നീ കല്ലാക്കിയല്ലടാ. സാരല്ല, ഞാനിവിടെ വന്നോളാം. പിന്നെ ഒത്തിരി ടൈം എടുക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് തിന്നാൻ കൊതിയണ്ടേ. ചക്ക ചക്കേ. സമ്മതമായി ചേർന്ന് ഉമ്മ തരാം രാക്ഷസിയെ. ഉമ്മ ഞാൻ തരുന്നു എന്റെ രാക്ഷസി. അതെന്താ ഒരു വൃത്തികെട്ട പണം? അത് ചക്ക ചെയ്യുന്നതാ. എടി കുറച്ച് മേലെ പോ. എനിക്ക് വയ്യ. ധൃതി വേണ്ട, ഇവിടെ എത്തിയില്ലേ, ഇനി ഒന്നിച്ചാവാം. എൻ്റെ അച്ഛൻ ചത്തേ പിന്നെ എൻ്റെ അമ്മേനെയും കൊന്ന് കൊഴിച്ചു മൂടാണ് ഞാൻ ഈ വഴി വന്നത്.
ചൊങ്കന്മാരായ ഓരോ നായിന്റെ മക്കളെ കൊന്നും മൂടിയ വഴിയാണ് അന്റെ ചെങ്ങായിമാര് നിൽക്കുന്നത്. എന്നാ നീയാണ് ഇത്രയും ദൂരം വരാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ. പേച്ച അമ്മേനെയും കൊന്ന് പെങ്ങളെയും കൊന്ന്. പിന്നെ മനസ്സിലായ പേച്ചോറിയല്ല പഴപ്പിച്ചോറിയ കൊല്ലേണ്ടതെന്ന്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കേമന്മാരെ കൊണ്ട് നമ്മുടെ ഇല്ലാത്ത ചക്ക തീറ്റിക്കും. ചീരു, കാട് കാണാൻ വന്ന ഏമാരിക്ക് ചക്ക വെട്ടണോ? അരിവാള് കൊണ്ടുതരീ.